മുലയൂട്ടലിന്റെ ഗുണം കുഞ്ഞിന് മാത്രമല്ല, ന്യൂജൻ സംസ്കാരവും പുതിയ രീതികളും പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് ചേർന്നതല്ല. തെറ്റായ രീതികൾ നമ്മൾ ശരിയായ രീതിയെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതിനാലാണ് ഇത്. ഗർഭധാരണത്തിന്റെ കാര്യത്തിലും മുലയൂട്ടുന്നതിന്റെ കാര്യത്തിലുമെല്ലാം ഈ തെറ്റിദ്ധാരണകൾ പലർക്കുമുണ്ട്. മുലയൂട്ടിയാൽ അമ്മമാരുടെ സൗന്ദര്യം പോകുമെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. എന്നാൽ ഈ ധാരണ അങ്ങേയറ്റം തെറ്റാണെന്ന് മാത്രമല്ല, മുലയൂട്ടുന്നതിലൂടെ അമ്മമാർക്കുള്ള ഗുണങ്ങൾ ചെറുതല്ല എന്നതാണ് സത്യം. മുലയൂട്ടലിലൂടെ അമ്മമാർക്കുള്ള ഗുണങ്ങൾ നിരവധിയാണ്. പ്രസവത്തോടനുബന്ധിച്ച് അമ്മമാരിൽ കൂടുന്ന ശരീരഭാരം മുലയൂട്ടലിലൂടെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രസവത്തിന് ശേഷമുള്ള രക്തസ്രാവം പെട്ടെന്ന് നിലയ്ക്കുന്നതും മുലയൂട്ടൽ കാരണമാണ്. അണ്ഡാശയ അർബുദം, സ്തനാർബുദം, പ്രമേഹം, അസ്ഥിതേയൽ ഇവയുടെ സാധ്യത കുറയ്ക്കാനും മുലയൂട്ടൽ സ്ത്രീകളെ സഹായിക്കും. മുലപ്പാൽ ഉൽപാദനത്തെ സഹായിക്കുന്ന ഓക്സിറ്റോസിൻ ഹോർമോണിന്റെ ഉൽപാദനം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാൻ മുലയൂട്ടൽ സഹായിക്കും. ഗർഭധാരണത്തിന് ശേഷം വികസിച്ചു വരുന്ന ഗർഭപാത്രം ചുരുങ്ങി പഴയ അവസ്ഥയിലാക്കുന്ന പ്രക്രിയയുടെ വേഗം കൂടും. കുറഞ്ഞ കാലയളവിൽ മാത്രമെങ്കിലുമുള്ള മുലയൂട്ടൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെയും ഗർഭാശയ ക്യാൻസറിന്റെയും സാധ്യത കുറയ്ക്കും. അമ്മ കഴിക്കുന്ന എന്തും മുലപ്പാലിലൂടെ കുഞ്ഞിലേക്കും ഇറങ്ങി വരും. മദ്യം, മയക്കുമരുന്ന്, ഉറക്കഗുളിക, കട്ടിയായ ആന്റിബയോട്ടിക്കുകൾ മുതലായവ മുലയൂട്ടുന്ന അമ്മമാർ ഉപയോഗിക്കരുത്. ദിവസവും 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ശക്തിയേറിയ പ്രസവരക്ഷാ ഔഷധങ്ങൾ സേവിക്കുന്ന അമ്മമാരുടെ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് വയറിളക്കവും വയറുവേദനയും വരാം. അമ്മ കഴിക്കുന്ന ഔഷധങ്ങൾ നിർത്തിയാൽ മാത്രമേ ഈ ഘട്ടങ്ങളിൽ കുഞ്ഞിന് ആശ്വാസമാകൂ. പാല് കൊടുക്കുമ്പോൾ പാലിനൊപ്പം കുറച്ച് വായു കൂടി കുഞ്ഞിന്റെ ഉള്ളിലെത്തും. അതിനാൽ പാല് തികട്ടാനും കരച്ചിലിനും സാധ്യതയുണ്ട്. പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ തോളിലോ മെത്തയിലോ കമഴ്ത്തി കിടത്തി പുറത്ത് പതുക്കെ തട്ടി വായു പുറത്ത് കളയണം. മുലപ്പാൽ പിഴിഞ്ഞെടുത്ത് വൃത്തിയായി സംഭരിച്ച് കുഞ്ഞിന് കൊടുക്കാം. ജോലിയുള്ള വീട്ടമ്മമാർക്ക് പരീക്ഷിക്കാവുന്നതാണിത്. കുഞ്ഞിന്റെ ആരോഗ്യത്തിനും അണുബാധ തടയുന്നതിനും മറ്റു പാലുകളേക്കാൾ നല്ലത് ഇത് തന്നെയാണ്. വൃത്തിയുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ 48 മണിക്കൂർ വരെ ഇത്തരത്തിൽ പാൽ സൂക്ഷിക്കാം. മുലയൂട്ടാത്ത കുട്ടികൾ മരിക്കാനുള്ള സാധ്യത മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികളെക്കാൾ 14 മടങ്ങാണെന്ന് ഈ അടുത്ത കാലത്ത് ലാൻസെറ്റ് ന്യൂട്രീഷൻ സീരീസിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മുല കുടിക്കുമ്പോൾ കുട്ടിയുമായി സംവദിക്കുന്നത് ശിശുവിന്റെ വൈകാരിക ഭൗതിക വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഗർഭാവസ്ഥയ്ക്ക് ശേഷം കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചയുടെ ഭൂരിഭാഗവും ആദ്യത്തെ 6 ആഴ്ചകളിലാണ്. മുലയൂട്ടുമ്പോൾ സംസാരിക്കുക, പാടുക, വായിച്ചു കൊടുക്കുക ഇവ കുട്ടിയിൽ പഠനത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുകയും ഭാഷാ നൈപുണ്യം പെട്ടെന്ന് വികസിക്കാൻ സഹായിക്കുകയും ചെയ്യും. കുട്ടിയുണ്ടായി ആദ്യ 2-3 ദിവസത്തേക്ക് സ്തനങ്ങളിലുള്ള മഞ്ഞ കലർന്ന കട്ടിയുള്ള പാലാണ് കൊളസ്ട്രം. ഇത് നൽകുന്നത് കുഞ്ഞിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വാക്സിനേഷൻ കൂടിയാണ്. ഇതിലുള്ള ആന്റിബോഡികൾ കുഞ്ഞുങ്ങളെ അണുബാധയിൽ നിന്ന് രക്ഷിക്കും. മുലയൂട്ടൽ കുഞ്ഞിന്റെ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും മാത്രമല്ല ആയുസ്സും വർദ്ധിപ്പിക്കും. കുഞ്ഞിന്റെ കാര്യക്ഷമമായ ദഹന വ്യവസ്ഥയ്ക്കും മുലയൂട്ടൽ സഹായകമാണ്. കൂടാതെ മുലയൂട്ടലിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നു. മുലപ്പാലിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ തരം ഫാറ്റി ആസിഡുകൾ, ഹോർമോണുകൾ മുതലായവ തലച്ചോറിന്റെയും നാഡീവ്യൂഹത്തിന്റെയും പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. കുഞ്ഞിന്റെ പല്ലിന്റെയും താടിയെല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വ്യായാമം മുലയൂട്ടലിലൂടെ ലഭിക്കുന്നു. മുലപ്പാലിന് പകരം നൽകുന്ന ആഹാര സാധനങ്ങളും ബോട്ടിൽ ഫുഡുകളുമൊക്കെ കുഞ്ഞിന്റെ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. ശരീരത്തിലെ വിഘടനം വേണ്ട വിധത്തിൽ നടക്കാതിരിക്കുകയും തന്മൂലം കുട്ടിക്ക് അമിതവണ്ണം ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യകരമായ സമൂഹത്തിന്റെ ശോഭനമായ ഭാവിക്ക് അത്യാവശ്യമായ ഒന്നാണ് മുലയൂട്ടൽ എന്ന പ്രക്രിയ.